ബീഹാറിലെ മദ്യനിരോധനം 2016 മുഖ്യമന്ത്രി നിതീഷ് കുമാർ നടപ്പിലാക്കിയ ഒരു നിയമമാണ്. അതിന്റെ 10ാം വാർഷികമാണ് ഇപ്പോൾ. പക്ഷേ ഈ 10ാം വാർഷികത്തിൽ അത്ര സുഖകരമായ കാര്യങ്ങളല്ല അദ്ദേഹത്തിന് കേൾക്കേണ്ടി വരുന്നത്. അദ്ദേഹത്തിന്റെ അലയൻസായ NDA തന്നെ ഈ നിയമം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം? എന്താണ് ഇതിന്റെ പിന്നിലെ സാമ്പത്തിക രീതി? എന്തായിരിക്കും അദ്ദേഹത്തിന്റെ തീരുമാനം? നമുക്ക് കൂടുതൽ പരിശോധിച്ച് നോക്കാം. ബീഹാർ ഭരിക്കുന്ന NDA സഖ്യത്തിനുള്ളിൽ ഇപ്പോൾ വലിയ അസ്വാരസ്യങ്ങളാണ് പുകയുന്നത്. നിതീഷ് കുമാറിന്റെ അടുത്ത സുഹൃത്തുക്കളായ ജിതിൻ റാം മാഞ്ചിയുടെ പാർട്ടിയും ഉപേന്ദ്ര കുശ്വാഹയുടെ രാഷ്ട്രീയ ലോക് മോർച്ചയും പരസ്യമായി രംഗത്തെത്തി കഴിഞ്ഞു. അവരുടെ പ്രധാന ആരോപണം ഇതാണ്: നിയമം നല്ലതാണ്, എന്നാൽ നടപ്പിലാക്കിയത് പാളിപ്പോയി. കേന്ദ്രമന്ത്രിയായ ജിതിൻ റാം മാഞ്ചി പറയുന്നത് വലിയ മാഫിയകളെല്ലാം ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും പാവപ്പെട്ട മനുഷ്യരാണ് ഇതിൽ അകപ്പെട്ടു പോകുന്നതും എന്നാണ്. അതായത് വെറും 250 മില്ലി മദ്യം കൈവശിച്ച പാവപ്പെട്ട ദളിതരെയും പിന്നാക്കക്കാരെയുമാണ് ജയിലിൽ അടയ്ക്കുന്നത്. പാവപ്പെട്ടവന്റെ കുടുംബം പട്ടിണിയിലാകുമ്പോൾ മദ്യമാഫിയകൾ കോടീശ്വരന്മാരായി മാറുന്നു. ഇത് സർക്കാരിനെതിരെയുള്ള വലിയ ജനവികാരമായി മാറുന്നുണ്ടെന്ന് സഖ്യകക്ഷികൾ ഭയപ്പെടുന്നു. ഇനി ടൈംസ് നൗ പുറത്തുവിട്ട ഒരു ഞെട്ടിക്കുന്ന കണക്ക് നമുക്ക് നോക്കാം. ഒരു സംസ്ഥാനത്തിന്റെ വികസനത്തിന് പണം അത്യാവശ്യം തന്നെയാണ്. മദ്യനിരോധനത്തിന് മുമ്പ്, അതായത് 2015-16 കാലഘട്ടത്തിൽ ബീഹാറിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് സഹായിച്ചിരുന്നത് മദ്യവിൽപ്പനയാണ്. അതായത് ഒരു വർഷം 3000 കോടി രൂപയോളമാണ് ലഭിച്ചിരുന്നത്. ഇപ്പോൾ ഓരോ വർഷവും 3000 കോടി വെച്ച് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ബീഹാർ ഖജനാവിന് കുറഞ്ഞത് 30,000 കോടി രൂപയെങ്കിലും നഷ്ടമുണ്ടായിട്ടുണ്ടാകും എന്നാണ് കണക്ക്. നിലവിൽ ബീഹാറിന്റെ സാമ്പത്തിക കമ്മി 9.2%. കൂടാതെ സ്ത്രീകൾക്കുള്ള ആനുകൂല്യങ്ങൾ, സബ്സിഡികൾ എന്നിവയ്ക്കായി 28,000 കോടി രൂപ അധികമായി സർക്കാരിന് കണ്ടെത്തേണ്ടതുണ്ട്. വരുമാനമില്ലാത്തതും ചെലവ് കൂടുന്നതും ബീഹാറിനെ ഒരു വലിയ കടക്കെണിയിലേക്ക് തള്ളിവിടുകയാണ്. ഇത്രയും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക നഷ്ടവും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നിതീഷ് കുമാർ ഈ നിയമത്തിൽ ഉറച്ചു നിൽക്കുന്നത്? അതിനുള്ളൊരു ഉത്തരം തരികയാണ് ലാൻസെറ്റ് റിപ്പോർട്ട്. പണം നഷ്ടപ്പെട്ടെങ്കിലും ബീഹാറിലെ സാധാരണ കുടുംബങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മദ്യപാനം കുറഞ്ഞതോടെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ വലിയ കുറവുണ്ടായി. അയൽ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ബീഹാറിൽ സ്ത്രീകൾ കൂടുതൽ സുരക്ഷിതരാണെന്ന് പഠനങ്ങൾ പറയുന്നു. പുരുഷന്മാരുടെ ആരോഗ്യത്തിൽ പുരോഗതിയുണ്ടായി. ഏകദേശം 18 ലക്ഷം പുരുഷന്മാർ മദ്യപാനം മൂലം ഉണ്ടാകാനിടയുള്ള അമിതവണ്ണം, രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു. നിതീഷ് കുമാറിന്റെ ഏറ്റവും വലിയ ശക്തി ബീഹാറിലെ സ്ത്രീകളാണ്. കുടുംബത്തിൽ സമാധാനം ഈ നിയമം കാരണം ഉണ്ടായതുകൊണ്ട് ഈ നിയമത്തെ സ്ത്രീകൾ പിന്തുണയ്ക്കുന്നുണ്ട്. ഇത് നിതീഷ് കുമാറിന് വലിയൊരു രാഷ്ട്രീയ മൈലേജാണ് നൽകുന്നത്. എങ്കിലും നാണയത്തിന് മറ്റൊരു വശമുണ്ട്. മദ്യത്തിന് പകരമായി യുവാക്കൾക്കിടയിൽ മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിക്കുന്നതായി നിയമസഭയിൽ ചർച്ചകൾ നടന്നു. മദ്യം കിട്ടാതായപ്പോൾ പലരും കഞ്ചാവിലേക്കും മറ്റു മാരക ലഹരികളിലേക്കും തിരിഞ്ഞു. അതുപോലെ തന്നെ മദ്യനിരോധനം പേരിൽ മാത്രമേ ഉള്ളൂ എന്നും ഹോം ഡെലിവറിയായി ഇതിന്റെ ഇരട്ടി വിലയ്ക്ക് സുഖമായി മദ്യം ലഭിക്കുന്നുവെന്നും സഖ്യകക്ഷികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 12 ലക്ഷത്തിലധികം അറസ്റ്റുകൾ നടന്നിട്ടും മദ്യത്തിന്റെ ലഭ്യത പൂർണ്ണമായി ഇല്ലാതാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇത് നീതിന്യായ വ്യവസ്ഥയ്ക്ക് വലിയ ഭാരമായി മാറിയിരിക്കുകയാണ്. ബീഹാർ എന്ന് നിൽക്കുന്നത് വലിയൊരു ചോദ്യചിഹ്നത്തിന് മുമ്പിലാണ്. സാമൂഹിക പരിഷ്കരണം വേണമോ, സാമ്പത്തിക അടിത്തറ വേണമോ? സഖ്യകക്ഷികളുടെ വാക്കുകൾ കേട്ട് തന്റെ നിലപാടിൽ നിന്ന് നിതീഷ് കുമാർ മാറുമോ? എന്തായാലും ഇതൊരു വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിക്കഴിഞ്ഞു.